ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. മക്കളെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പല കുട്ടികളുടെയും ആവശ്യപ്രകാരം അവർ ഇൻ്റഗ്രലാണ് ആവശ്യപ്പെട്ടത്. കുറേ കുട്ടികൾ ഇൻ്റഗ്രൽ ആവശ്യപ്പെട്ട് ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. സോ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞൊരു വലിയൊരു ചാപ്റ്ററാണ്. അതിലേക്ക് നമുക്ക് കടക്കാം. അതിലേക്ക് നമുക്ക് കടക്കാം. അതൊരു വലിയ ചാപ്റ്ററാണ്. നമ്മളൊരു വലിയൊരു പുഴയിലേക്ക് ഇറങ്ങുന്ന ഒരവസ്ഥയാണ്. അതിന് മുമ്പ് നമുക്ക് ചെറിയൊരു പുഴ നമുക്ക് പഠിക്കാം. ചെറിയൊരു ചാപ്റ്ററാണ് ആപ്ലിക്കേഷൻ ഇൻ്റഗ്രൽ. ഇത് ഈ ഒറ്റ വീഡിയോ കൊണ്ട് സെറ്റാവും നിങ്ങൾക്ക്. മക്കളെ, ഈ ഒറ്റ വീഡിയോ, അതാണ് വൺ ഷോട്ട് എന്ന് പറഞ്ഞ് ഞാൻ ഇതിൻ്റെ തംബ്നെയിൽ ഇട്ടത്. ഓക്കെ, ഈ ഒറ്റ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് മക്കളെ 4 മാർക്കാണ്. 4 മാർക്കിൻ്റെ ഒറ്റ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് വരത്തുള്ളൂ. നിങ്ങൾ വെയിറ്റേജിൻ്റെ വീഡിയോ കണ്ടല്ലോ. അപ്പോൾ 4 മാർക്കിൻ്റെ ഒരൊറ്റ ക്വസ്റ്റ്യൻ വരത്തുള്ളൂ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങളുടെ എക്സാമിന് വരാൻ പോകുന്നത്, കേട്ടല്ലോ. അപ്പോൾ മക്കളെ, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇത് ഏതൊരു കുട്ടിക്കും ഒന്നും അറിയാൻ വയ്യാതെ, ഇൻ്റഗ്രൽ ഒന്നും അറിയാൻ വയ്യാത്ത ഏതൊരു കുട്ടിക്കും ഈ ക്ലാസ് കണ്ടാൽ മനസ്സിലാവും. ആ രീതിയിൽ ഏറ്റവും ലോ ലെവലിലേക്ക് ഇറങ്ങിയാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ക്ലാസ് മാക്സിമം നിങ്ങൾ കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക മക്കളെ. എല്ലാ കൂട്ടുകാർക്കും എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക കേട്ടോ. കാരണം നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് അത് കാണുമ്പോഴാണ് എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് കൂടുതൽ ഒരു പ്രേരണ വരുന്നത് കേട്ടോ. മക്കളെ, മാക്സിമം തിരക്കിൻ്റെ ഇടയ്ക്കാണ്, അതിൻ്റെ ഇടയ്ക്ക് നിന്നാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ക്ലാസ്സുകൾ എടുക്കാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ മക്കളെ ആപ്ലിക്കേഷൻ ഇൻ്റഗ്രൽ നമുക്ക് പഠിക്കാം. ഈ 4 മാർക്ക് ഒരാളും കളയില്ല കേട്ടോ. ഒരു കുട്ടി പോലും കളയരുത്. 4 മാർക്ക് അത്ര എളുപ്പം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ മക്കളെ. അതിന് വേണ്ടി ഈ ചാപ്റ്ററിനകത്ത് ആകെപ്പാടെ പഠിക്കേണ്ടത്, പോകല്ലേ കാരണം ഈ ഒരു ഇക്വേഷനാണ് നിങ്ങൾ ആകെപ്പാടെ പഠിക്കേണ്ടത്. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഓഫർ ചെയ്യുന്നത് 4 മാർക്കാണ്. 4 മാർക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ വെക്കൂ. പക്ഷേ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ആർക്കൊരു ഇത് പേടി സ്വപ്നമായിട്ട് ചുമ്മാ അത് ഉള്ളതാടാ. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. ഈ ഒരു ഇക്വേഷൻ നിങ്ങളൊന്ന് പഠിച്ചേ. ഇപ്പം തന്നെ ഒരു 10 തവണ ഇത് പഠിച്ചേ. ഇപ്പം തന്നെ നമുക്ക് പഠിച്ചിട്ട് മുന്നോട്ട് പോവാം. ഇത്രേ ഉള്ളൂ. ഇൻ്റഗ്രൽ a² - x² dx എന്ന് പറഞ്ഞാൽ x/2 × √a² - x² പ്ലസ് a²/2 × sin ഇൻവേഴ്സ് x/a. ചുമ്മാ അങ്ങ് പഠിച്ചോ. ഇൻ്റഗ്രൽ a² - x² എന്ന് വന്നു കഴിഞ്ഞാൽ x/2 × ഇത് തന്നെ എന്താടാ, x/2 × √a² - x² പ്ലസ് എന്താടാ, a²/2 × sin ഇൻവേഴ്സ് x/a. ഒരു 10 തവണ എഴുതി പഠിക്കുക. എന്നിട്ട് അവസാനം നിങ്ങൾ ഇത്രയും സ്പീഡിൽ പറയുക, x/2 × √a² - x² പ്ലസ് a²/2 × sin ഇൻവേഴ്സ് x/a എന്ന് പറയാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും നന്നായിട്ട് പഠിച്ചതിന് ശേഷം ബാക്കി ക്ലാസ് കണ്ടാൽ മതി. വീഡിയോ പോസാക്കി വെക്കുക, എന്നിട്ട് ബാക്കി ക്ലാസ് കാണുക. മക്കളെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബാക്കി കാണുക കേട്ടോ. ഓക്കെ, മാക്സിമം നമുക്ക് സെറ്റാക്കാം. പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു വാട്സപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ഫോളോ ചെയ്യുക. ഫസ്റ്റ് കമൻറ്റായിട്ട് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഞാൻ ഇതിൻ്റെ ആൻസർ കീ, നോട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, എക്സാമായിട്ടുള്ള അപ്ഡേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലൈവ് വരുവാണെങ്കിൽ അതിൻ്റെ അപ്ഡേഷൻസ് എല്ലാം ഞാൻ ആ ചാനലിനകത്ത് അപ്ഡേറ്റ് ചെയ്യാം. സോ എല്ലാ മക്കളും അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. മക്കളെ, ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത് ഫസ്റ്റ് ഏരിയ അണ്ടർ സിമ്പിൾ കർവ്സ്. അപ്പോൾ ഇത് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ കേട്ടോ, ഏരിയ അണ്ടർ സിമ്പിൾ കർവ്സ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കർവ് കണ്ടല്ലോ, ഈ കർവിൻ്റെ താഴത്തുള്ള ഏരിയ കണ്ടുപിടിക്കാൻ. ഇങ്ങനെ ഒരു കർവ് f(x) ഒരു ഫംഗ്ഷൻ തരുവാണ്. സോ അതിൻ്റെ താഴെയുള്ള കർവിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. ഈ കർവിൻ്റെ താഴെയുള്ളതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. പിന്നെ എക്സ് ആക്സിസും ഇതും തമ്മിലുള്ള ഇടയ്ക്കുള്ള ഈ ഒരു ഏരിയ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ഏരിയ ഈക്വൽ ടു ഇൻ്റഗ്രൽ a to b. ലിമിറ്റ് പോയിന്റ് ഇവിടെ തരും, കണ്ടല്ലോ. ഇങ്ങനെ രണ്ട് പോയിന്റ്സ് തരും. എയിൽ നിന്ന് ബിയിലേക്ക് ആണ് ഇതിൻ്റെ ആ ഒരു അകലം. ഓക്കെ, അപ്പോൾ a തൊട്ട് b വരെയും ഉള്ള ആ ഒരു അകലത്തിൻ്റെ ആ കർവിൻ്റെ താഴെയുള്ള ആ ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ a to b f(x) dx. ഇതിന് നമ്മൾ ഇൻ്റഗ്രൽ a to b y dx എന്ന് എഴുതാറുണ്ട് കേട്ടോ. ഇൻ്റഗ്രൽ a to b y dx. f(x) നമ്മൾ y എന്ന് പറയാറുണ്ട്. അതേപോലെ y ആക്സിസിനും പിന്നെ കർവിനും ഇടയ്ക്കുള്ള ആ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഇൻ്റഗ്രൽ f(x) f(y) dy. അതിനെ ഇൻ്റഗ്രൽ x dy എന്ന് പറയാറുണ്ട്. സിമ്പിളായിട്ടൊന്ന് എഴുതി വെക്കുക, ഓർത്തിരിക്കുക. ഇൻ്റഗ്രൽ a to b f(x) dx ഇൻ്റഗ്രൽ a to b f(y) dy. ക്വസ്റ്റ്യൻ വരുന്ന മക്കളെ, 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. പറഞ്ഞാൽ സർക്കിളിൻ്റെ അല്ലെങ്കിൽ എലിപ്സിൻ്റെ. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, നിങ്ങൾ ലാബിനകത്ത് ചെയ്ത ആ ഒരു സംഭവം തന്നെയാണ് നമുക്ക് തിയററ്റിക്കലി ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. ഫൈൻഡ് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ സർക്കിൾ x² + y² = a². മക്കൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു സർക്കിളാണെന്ന് മനസ്സിലായല്ലോ. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഇതൊരു ഒറിജിൻ സെൻറ്റർ ആയിട്ടുള്ള സർക്കിളാണ്. ഓക്കെ, ഒറിജിൻ സെൻറ്റർ ആയിട്ടുള്ള സർക്കിളാണ്. ഇതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ കണ്ടല്ലോടാ, r² അല്ലേ. ശരിക്കും പറഞ്ഞാൽ സർക്കിളിൻ്റെ ഏരിയ എന്താടാ, ഏരിയ ഓഫ് സർക്കിൾ എന്താടാ, കൊച്ചു ക്ലാസ്സോട് പഠിക്കണമല്ലേ. ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, πr². ഇതല്ലേ.
ഇത് തന്നെയാണ് നമ്മൾ ഇൻ്റഗ്രൽ വെച്ച് ചെയ്യാൻ പോകുന്നത്. ഇവിടെ റേഡിയസിന് പകരം ഇവിടെ ആറിന് പകരം ഇവിടെ എ ആണ്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ, ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ പൈ എ സ്ക്വയർ എന്ന് വരും. ഇത്രയുള്ള പരിപാടി. ഇതാണ് ഏരിയ. ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ആണ്. പൈ എ സ്ക്വയർ നമുക്ക് കിട്ടണം. അതിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് മക്കളെ, ഈ സർക്കിളിൻ്റെ മൊത്തം ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭാഗം കണ്ടോ, ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ഇത്രയും ഭാഗത്തെ ഏരിയ നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. ഇത്രയും ഭാഗത്തുള്ള ഏരിയ നമ്മൾ കണ്ടുപിടിച്ചിട്ട്, ഇത്രയും ഭാഗത്തുള്ള ഏരിയ ഇല്ല, അത് കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 4 ചെയ്ത് കഴിഞ്ഞാൽ മൊത്തമായില്ലേ? ഇത് തന്നെയല്ലേ, ഈ ഒരു പാർട്ട് തന്നെയല്ലേ ഇപ്പുറത്തെ പാർട്ടും ഇപ്പുറത്തെ പാർട്ടും ഇപ്പുറത്തെ പാർട്ടും. അപ്പോൾ ഒരു ഭാഗത്തെ ഏരിയ ഇതിപ്പോൾ 10 ആണെങ്കിൽ നമുക്കറിയാം ഇവിടെയും 10, ഇവിടെയും 10, ഇവിടെയും 10. പറഞ്ഞാൽ 10 ഇൻറ്റു 4 ചെയ്താൽ മതി, 40 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 4 ചെയ്യുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ ഇക്വേഷൻ എന്താടാ? ഇക്വേഷൻ വേണമെങ്കിൽ ലിമിറ്റ് പോയിന്റ് വേണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, ഇത് 0 അല്ലേടാ? 0 തൊട്ട് എവിടം വരെയുള്ള, ഇതിവിടം വരെയല്ലേ? ഇതിവിടം വരെ എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു പോയിന്റ് കിട്ടണം അല്ലേ? ഈ ഒരു പോയിന്റ് എങ്ങനെ കിട്ടും? ഈ ഒരു പോയിന്റ് കിട്ടണമെങ്കിൽ നമുക്ക് ഓൾറെഡി ഇപ്പോൾ മനസ്സിലായി, ഇത് റേഡിയസ് എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ. റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എ സ്ക്വയർ ആണ് ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ എ ആണ്. മനസ്സിലായല്ലോടാ? ഇവിടുത്തെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റേഡിയസ് കിട്ടും. റൂട്ട് എ സ്ക്വയർ ആണ് നമ്മുടെ എ എന്ന് പറഞ്ഞാൽ റേഡിയസ് എ ആണ് ഇവിടെ. അപ്പോൾ ഇവിടുത്തെ റേഡിയസ് ഇവിടെ തൊട്ട് ഇവിടം വരെ റേഡിയസ് ഇവിടെ എ എന്നല്ലേ? ഇവിടെ തൊട്ട് ഇവിടം വരെ എ ആണ് യൂണിറ്റ്സ്. അപ്പോൾ ഇവിടുത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ A0 എന്ന് പറഞ്ഞാണ് ഇവിടുത്തെ പോയിന്റ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മക്കളെ, ഇവിടം തൊട്ട് ഇവിടം വരെ 3 ആണെങ്കിൽ ഇത് 3 അല്ലേ ഈ പോയിന്റ്? അതേപോലെ ഇവിടം തൊട്ട് ഇവിടം വരെ 2 ആണെങ്കിൽ ഈ അറ്റത്തെ പോയിന്റ് 2 അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ അറ്റത്തെ പോയിന്റ് 3 ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സർക്കിളിൻ്റെ ക്വസ്റ്റ്യൻ തന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാം. ഏരിയ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ a to b f of x dx. f of x dx എന്ന് പറയാം, അല്ലെങ്കിൽ y dx എന്ന് പറയാം. ഈ f of x നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? ക്വസ്റ്റിനകത്ത് നമുക്ക് തന്നിട്ടുണ്ട് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഇസ് ഈക്വൽ ടു a സ്ക്വയർ എന്ന്. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഇസ് ഈക്വൽ ടു a സ്ക്വയർ. അതിനകത്ത് y സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഈ x സ്ക്വയർ അപ്പുറത്തേക്ക് പോകുമ്പോൾ a സ്ക്വയർ മൈനസ് x സ്ക്വയർ. അപ്പോൾ y എന്ത് കിട്ടും ഇവിടെ? റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഈ y എന്ന് പറയുന്ന ഈ ഒരു സാധനമാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എടുത്ത് എഴുതാം സിക്കൽ ടു ഇൻ്റഗ്രൽ എ ടു ബി. എടാ ലിമിറ്റ് പോയിന്റ് എന്താ? എ ടു ബി. 0 തൊട്ട് 3 വരെയാണ് നമ്മുടെ ലിമിറ്റ് പോയിന്റ്. ഇവിടെ 3 അല്ലല്ലോ, ഇവിടെ നമ്മൾ എക്സാമ്പിളിനാണ് 3 ഇട്ടത്. ഓക്കെ, ഇവിടെ എ ആണേ. 3 വരുവാണെങ്കിൽ അവിടെ 3 വരുമെന്ന്. അപ്പോൾ 0 തൊട്ട് എ വരെയാണ് ഇവിടുത്തെ പോയിന്റ്. അപ്പോൾ 0 ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. എടാ മക്കൾ, ഈ ഒരു സാധനം എന്താ? എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അതല്ലേ ഞാൻ നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞത്? കണ്ടല്ലോ, റൂട്ട് ഓഫ് ഇൻ്റഗ്രൽ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ ഒരു സാധനമാണ് പഠിച്ചു വെക്കാൻ പറഞ്ഞത്, അതുകൊണ്ടാണ്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? ഇതിൻ്റെ ഇൻ്റഗ്രലിൻ്റെ ആൻസർ ആണ് ഈക്വൽ ടു x by 2 into root of a square minus x square plus a square by 2 into sin inverse x by a. ലിമിറ്റ് പോയിന്റ് 0 to a ആണ്. നമ്മൾ നേരെ ആ ഇക്വേഷൻ തന്നെ ഇവിടെ എടുത്തെഴുതി. ഇനി എടാ മക്കളെ, ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ എക്സ് ഉള്ളിടത്തെല്ലാം, എക്സ് ഇവിടെയുണ്ട്, പിന്നെ ഇവിടെയുണ്ട്. എക്സ് ഉള്ളിടത്തെല്ലാം ആദ്യം അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം എ എന്ന് പറയുന്ന ആ വാല്യൂ എടുത്ത് കൊടുക്കുക. അതിനുശേഷം മൈനസ് ഇട്ട ശേഷം ലോവർ ലിമിറ്റ് കൊടുക്കുക. ഇതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ എക്സിന് പകരം എല്ലായിടത്തും എ ഇട്ട് കൊടുത്തേ. അപ്പോൾ ഇത് എ ബൈ 2 റൂട്ട് എ സ്ക്വയർ മൈനസ് ഇവിടെ എ സ്ക്വയർ എന്ന് വരും പ്ലസ് എ സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എ ബൈ എ അല്ലേടാ? അപ്പോൾ ആദ്യം അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുത്തു, എന്നിട്ട് മൈനസ്, പിന്നെ എല്ലായിടത്തും 0 ഇട്ട് കൊടുക്കണം. പക്ഷേ 0 ഇട്ട് കൊടുത്ത് ഞാനിവിടെ വീണ്ടും ചെയ്യണില്ല, കാരണം ഈ 0 അത് ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് മൊത്തം പോയി 0 ആയി. പിന്നെ 0 ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ സൈൻ 0 വരും. സൈൻ ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. സൈൻ്റെ വാല്യൂ 0 കിട്ടുന്നത് ഇവിടെ 0 ബൈ എന്ന് പറഞ്ഞാൽ സൈൻ്റെ വാല്യൂ 0 കിട്ടുന്നത് 0 തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇത് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കണമെന്നില്ല. ലോവർ ലിമിറ്റ് ഇട്ട് കൊടുത്ത 0 ആയി പൊക്കോളും.
അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം മാത്രം മതി. സോ പിന്നെ വേറൊരു കാര്യം കൂടെ, ഇവിടെ നോക്കി, ഇതും 0 ആയി പോയില്ലേടാ. കാരണം എന്താണ്, A² - A² എന്ന് പറയുമ്പോൾ 0ആണ്, അതും പോയി. മിച്ചം ഇത് മാത്രമല്ലേ ഉള്ളൂ. യെസ്, അപ്പം മിച്ചമുള്ള അത് മാത്രം എഴുതിക്കേ. A²/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ്, ഈ A/A എന്ന് പറഞ്ഞാൽ 1 ആകത്തില്ലേ. ഓക്കെ, അപ്പോൾ A²/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1 എത്രയാടാ, π/2 അല്ലെങ്കിൽ 90 ഡിഗ്രിയാണ്, അതിനെ π/2 എന്ന് എഴുതാമല്ലോ. ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ πA²/4 എന്ന് കിട്ടും. അത്രയും സ്ക്വയർ യൂണിറ്റ്സ് ആണ് നമ്മുടെ ഏരിയ. പക്ഷെ നമുക്കിപ്പോൾ കിട്ടിയ എന്താടാ, ഇത്രയും ഭാഗത്ത് മാത്രമേ കിട്ടിയുള്ളൂ. ഇനി മൊത്തം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഇൻറ്റു 4 ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം, therefore area of സർക്കിൾ ഈക്വൽ ടു 4 ഇൻറ്റു ഇപ്പോൾ നമുക്ക് കിട്ടിയ ആ സംഭവം πA²/4. അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ കിട്ടി πA² സ്ക്വയർ യൂണിറ്റ്സ്. ഇതിലേക്കാണ് എത്തിക്കേണ്ടത്. ഇതാണ് നമുക്ക് എത്തിക്കേണ്ടത്, നമുക്ക് തുടക്കം തന്നെ മനസ്സിലായി. അതിലേക്ക് എത്തിച്ചാൽ മാത്രം മതി. ഓക്കെ അല്ലേടാ മക്കളെ. ഈ ക്വസ്റ്റ്യൻ, സർക്കിളിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മാറ്റി ചോദിക്കാവുന്നത് ഇങ്ങനെയൊക്കെയാണ്. കണ്ടല്ലോ, x² + y² A²ന് പകരം 9 എന്ന് തന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാൻ അറിയാമല്ലോ. ഇവിടെ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് ഇവിടെ എടുത്തെഴുതാം x² + y². സർക്കിൾ വേണേൽ സർക്കിൾ വരയ്ക്കാം. ഒരു സർക്കിളൊക്കെ നല്ല വൃത്തിക്ക് വരയ്ക്കുക. ഓക്കെ, നേരത്തെ വരച്ച പോലെ തന്നെ ഇവിടെ 0. എടാ A എത്രയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ആ റേഡിയസ് എത്രയാണ് ഇവിടെ 9 ആണ്, r². അപ്പോൾ നമുക്ക് ഇവിടെ എടുത്തെഴുതാം, r² എന്ന് പറഞ്ഞാൽ 9 ആണ് റേഡിയസ്. അപ്പോൾ r എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 3. അപ്പോൾ 3 ആണ് ഇവിടുത്തെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ആണ്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ ഒരു ഭാഗത്തെ മാത്രം കണ്ടുപിടിക്കണം അല്ലേ. ഈ ഒരു ഭാഗത്തെ മാത്രം കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 4 ചെയ്താൽ മതി, നേരത്തെ ചെയ്ത പോലെ. അപ്പോൾ സർക്കിളിൻ്റെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. 0 to 3 ആണ് ഇവിടുത്തെ ലിമിറ്റ് പോയിന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏരിയയുടെ ഇക്വേഷൻ ഏതാ, ഏരിയ = ഇൻ്റഗ്രൽ A to B f(x) dx അല്ലെങ്കിൽ y dx. ഇനി ഇവിടെ നമുക്ക് y = കണ്ടുപിടിക്കണ്ടേ. അതിനുവേണ്ടി എന്ത് ചെയ്യാം, ഇക്വേഷൻ x² + y² = 9. x² അപ്പുറത്തേക്ക് പോകുമ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ y² = 9 - x². അപ്പോൾ y എന്ന് പറയുമ്പോൾ √9 - x². ഓക്കെ അല്ലേ. അതെടുത്ത് ഇവിടെ ഇട്ട് കൊടുത്തേ, = ഇൻ്റഗ്രൽ A to B. A എന്താണ്, 0. B എന്താണ്, 3. f(x) എന്ന് പറയുമ്പോൾ √9 - x² dx. ഓക്കെ അല്ലേടാ. നേരത്തെ ചെയ്ത പോലെ തന്നെ A² - x²ൻ്റെ ഇക്വേഷൻ എന്താണ്, A² - x² എന്ന് പറയുമ്പോൾ x/2 ഇൻറ്റു √A² - x². ഇവിടെ A എന്ന് പറയണതിന് പകരം നമ്മൾ മനസ്സിലാക്കേണ്ട A എന്താണ് ഇവിടെ, നമുക്ക് വേണ്ടി തുടക്കം തന്നെ എടുത്തെഴുതുമ്പോൾ അങ്ങനെ എടുത്തെഴുതിയാൽ മതി. A² എന്ന് പറഞ്ഞാൽ 9. അപ്പോൾ A എന്ന് പറഞ്ഞാൽ ഇവിടെ 3 അല്ലേ. A എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ആണെന്ന് ഓർക്കുക. അപ്പോൾ A ഉള്ളിടത്തെല്ലാം 3 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇതൊക്കെ = x/2 ഇൻറ്റു √A² - x². A എന്ന് പറഞ്ഞാൽ എന്താണ്, 3² - x² പ്ലസ് A²/2. A² എന്താണ്, 9. 9/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് x/A. A എന്താണ്, 3. അപ്പോൾ എക്ക് പകരം എല്ലാം 3 ആയി മാറും. ഇത്രേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ അല്ലേ. നിങ്ങൾ വേണമെങ്കിൽ ആദ്യം ഇക്വേഷൻ എഴുതിക്കോ, എന്നിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ 0 to 3 നേരത്തെ ചെയ്ത പോലെ ആദ്യം 3 ഇട്ട് കൊടുക്കുക. എക്സിന് 0 ഇട്ട് കൊടുക്കണ്ട, 0 ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാം 0 പൊക്കോളും. അപ്പോൾ ഇവിടെ 3 ഇട്ട് കൊടുക്കുക ആദ്യം. ബ്രാക്കറ്റ് ഇടണമെന്നില്ല. ഇവിടെ 3/2 ഇൻറ്റു √3² - 3². എക്സ് ഉള്ളിടത്തെല്ലാം നമ്മൾ 3 ഇട്ട് കൊടുക്കുവാണ്. ഇവിടെ 3 ഇടണം, ഇവിടെ 3 ഇടണം, ഇവിടെ 3 ഇടണം. പ്ലസ് 9/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സിന് പകരം 3. അപ്പോൾ 3/3. ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കേണ്ട, 0 പൊക്കോളും. അപ്പോൾ എന്തായി കണ്ടേ, ഇവിടെ ഇത് എപ്പോഴും 0 പൊക്കോളൂടാ മക്കളെ. ബാക്കിയുള്ള ഇത് മാത്രം എഴുതിയാൽ മതി. പക്ഷേ സ്റ്റെപ്പ് എഴുതുമ്പോൾ അതും കൂടെ എഴുതുന്നേ ഉള്ളേ. അപ്പോൾ ഇത് 9/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 3യും 3യും വെട്ടിക്കളഞ്ഞാൽ 1. നേരത്തെ ചെയ്ത പോലെ തന്നെ 9/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറയുമ്പോൾ π/2. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി, 9π/4 എന്ന് കിട്ടി. അത്രയും സ്ക്വയർ യൂണിറ്റ്സ്. ഇനി എന്ത് ചെയ്യണം, ഫുൾ സർക്കിളിന് കണ്ടുപിടിക്കണം. നമ്മൾ ആ ഒരു ഭാഗം മാത്രം കണ്ടുപിടിച്ചത്. therefore ഏരിയ ഓഫ് സർക്കിൾ
ഈക്വൽ ടു 4 ഇൻറ്റു 9 പൈ ബൈ 4. 4ഉം 4ഉം വെട്ടിക്കളഞ്ഞാൽ 9 പൈ സ്ക്വയർ യൂണിറ്റ്സ്. കണ്ടോടാ മക്കളെ, ഇതിൻ്റെ ആൻസർ ഇതാന്ന് നമുക്ക് തുടക്കം തന്നെ അറിയാം. കാരണം എന്താ എ സ്ക്വയർ പൈ എ സ്ക്വയർ എന്നല്ലേ ആൻസർ. എ സ്ക്വയർ എന്താണ് 9. സോ 9 പൈ എന്നതിന് ആൻസർ വരും നമുക്കറിയാം. പക്ഷേ അതിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും സ്റ്റെപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന പരിപാടി മനസ്സിലായല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്ത് നോക്ക്. ഇതിൻ്റെ ആൻസർ എന്ത് വരും? ഇവിടെ 16 അല്ലേ, സോ ആൻസർ 16 പൈ എന്ന് വരും. പക്ഷെ അതിലേക്ക് എത്തിക്കുക എന്നുള്ളത് നിങ്ങളുടെ പരിപാടിയാണ്, നിങ്ങൾ ചെയ്യേണ്ട പരിപാടിയാണ്. ആ സ്റ്റെപ്പ് മൊത്തം ചെയ്ത് 16 പൈ എന്ന് എത്തിക്കുക. ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഇവിടെ എന്താ 0 to a. എ എന്ന് പറയുന്നത് എന്താടാ? എ എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരും? നിങ്ങൾ തുടക്കം തന്നെ എടുത്ത് എഴുതണം. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ 0 to 4 ആണ് ഇവിടുത്തെ ലിമിറ്റ് പോയിന്റ്. സർക്കിളൊക്കെ വരച്ച് നോക്കുക, തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരും നോക്കിയാൽ മക്കളെ. ഇതിൻ്റെ ആൻസർ ഏരിയ ലൈയിങ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ് ആൻഡ് ബൗണ്ടഡ് ബൈ ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇക്വൽ 4 ആൻഡ് ദ ലൈൻ 0 to 2 വരെയാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ എന്ത് വരും? ഏരിയ ലൈയിങ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്ത് സർക്കിൾ വരച്ച് നോക്കാം. സർക്കിൾ വരച്ചു. ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ മീനിങ് ഇത് ഇത്രയേ ഉള്ളൂ. ഈ ഭാഗത്താണ് കിടക്കുന്നത്. ഈ ഭാഗത്തെ ഏരിയ മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്തെ മാത്രം ഏരിയ ലൈയിങ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ് ആൻഡ് ബൗണ്ടഡ് ബൈ ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇക്വൽ ടു 4. അപ്പോൾ അതിനകത്ത് നിന്ന് വൈ സ്ക്വയർ എന്ത് കിട്ടും? വൈ സ്ക്വയർ ഇക്വൽ ടു 4 മൈനസ് എക്സ് സ്ക്വയർ, നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ വൈ ഇക്വൽ ടു റൂട്ട് 4 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, വൈ കിട്ടി. അപ്പോൾ ഇവിടെ എ സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ് അല്ലേ? റൈറ്റ് സൈഡിലെ ആ നമ്പർ 4 അല്ലേ? അപ്പോൾ എ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആൻഡ് ദ ലൈൻസ് എക്സ് ഇക്വൽ 0. എക്സ് ഇക്വൽ 0 എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണല്ലോ. 0 എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ. എക്സ് ഇക്വൽ 2 എന്ന് പറയുമ്പോൾ 2. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അകലം 2 തന്നെയല്ലേ? അപ്പോൾ 2 എന്ന് പറയുന്നത് അതുവഴി കടന്നു പോകുന്ന ലൈൻ. എക്സ് ഇക്വൽ 2 എന്ന് പറയുമ്പോൾ ലൈൻ ഇങ്ങനെ പോകും. അപ്പോൾ എക്സ് ഇക്വൽ 2 എന്ന് പറയുന്ന ആ ലൈനിനും ഈ 0യ്ക്കും ഇടയ്ക്കുള്ള ആ ഏരിയ എന്ന് പറഞ്ഞാൽ മക്കളെ ദേ ഈ ഒരു ഭാഗം തന്നെയല്ലേ അവർ ചോദിച്ചിരിക്കുന്നത്. അല്ലേ? അത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പകുതി ഭാഗം കണ്ടുപിടിക്കത്തില്ലേ, ഈ കാൽ ഭാഗം, അത് കണ്ടുപിടിക്കാൻ പോലെ തന്നെ നമുക്ക് ചെയ്യാം. ഏരിയ ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. എഫ് ഓഫ് എക്സ് ഇവിടെ അറിയാം, വൈ അല്ലേ? അതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. അതങ്ങനെ എടുത്തെഴുതിക്ക്. ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി. എ എന്ന് പറയുമ്പോൾ 0 to 2 എഫ് ഓഫ് എക്സ് ഡി എക്സ്. എഫ് ഓഫ് എക്സ് എന്താടാ? റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, 4 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. അപ്പോൾ എന്ത് വന്നു? ഇതിനെങ്ങനെ എഴുതാം? എക്സ് ബൈ 2 ഇൻറ്റു റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് ഇത് തന്നെ 4 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 ഇൻറ്റു എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4. എ സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. എ എന്താണ്? 2. ഓക്കെ, ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ 0 വരും. അപ്പോൾ ഇവിടെ ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കാൻ പോണല്ലേ ഉള്ളൂ. 0 to 2 ഇട്ട് കൊടുക്ക്. എക്സ് ഉള്ളിടത്തെല്ലാം 2 ഇട്ട് കൊടുക്ക്. സോ ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ 0 ആയി പൊക്കോളും. അത് എഴുതണമെന്നില്ല, ഇത് മാത്രം അങ്ങ് എടുത്ത് എഴുതിക്ക്. 4/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സിന് പകരം 2/2. ലോവർ ലിമിറ്റ് ഇടുമ്പോൾ 0 ആയി പൊക്കോളും. അപ്പോൾ ഇത് 1 ആയില്ലടാ. 4/2 എത്രയാണ്? ഈ 4/2 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ π/2. അപ്പോൾ 2 ഇൻറ്റു വെട്ടിക്കളയാം. ആൻസർ പൈ എന്ന് വരും അല്ലേ? ആൻസർ പൈ എന്ന് വരും. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ്, പൈ ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ ആണല്ലോ മക്കളെ? പൈ. അപ്പോൾ ഇത് പൈ, ടോട്ടൽ 4π വരും. ഓക്കെ, കറക്റ്റ് ആണ് നമ്മുടെ ആൻസർ. പക്ഷേ ഈ ഒരു ഭാഗത്ത് മാത്രം കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. അപ്പോൾ അത്ര എഴുതിയാൽ മതി. പൈ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ളത് മക്കളെ എലിപ്സ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ 2 ഇതിൻ്റെ അകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഒന്നെങ്കിൽ 2 ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഒന്നെങ്കിൽ സർക്കിൾ അല്ലെങ്കിൽ എലിപ്സ്. ഇതിലേതെങ്കിലും നിങ്ങൾ നന്നായിട്ട് ഏതെങ്കിലും അല്ലെ 2 നന്നായിട്ട് പഠിച്ചിട്ട് പോകാം. ഏത് വേണമെങ്കിലും ചോദിക്കാം. നിങ്ങളുടെ ലാബിനകത്ത് ഇതേപോലെ തന്നെയായിരുന്നു. ഒന്നെങ്കിൽ സർക്കിൾ വരും അല്ലെങ്കിൽ എലിപ്സ് വരും എന്നാണ് പറഞ്ഞത്. അതിലേതെങ്കിലും ഒരെണ്ണം തന്നെ വന്നത്. സോ അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചിട്ട് പോകുക കേട്ടോ. അപ്പോൾ ഇവിടെ മക്കളെ എലിപ്സിനെ പറ്റി പഠിക്കാനായിട്ട് 2 തരത്തിലുള്ള എലിപ്സ് ഉണ്ട്. ഒരെണ്ണം ഇങ്ങനെ ഇരിക്കുന്നതും ഒരെണ്ണം ഇങ്ങനെ ഇരിക്കുന്നതും. എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാം. എടാ ഇവിടെ വലിയ ആക്സിസ് ഏതാണ്?
ഇതല്ലേ എക്സ്. എക്സ് ആക്സിസ് ആണ് ഇവിടെ വലുത്. ഇവിടെ എന്താ വലുത്? വലുത് വൈ ആണ് അല്ലേ. അപ്പോൾ ആ ആക്സിസിനെ പറയുന്ന പേരാണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ആ ആക്സിസിനെ പറയുന്ന പേരാണ് മേജർ ആക്സിസ്. എന്താണ്? മേജർ ആക്സിസ്. അപ്പോൾ ഇവിടെ മേജർ ആക്സിസ് എക്സ് ആണ്. അങ്ങനെയുള്ള എലിപ്സ് ആണ് ഈ ഫസ്റ്റത്തെ എലിപ്സ്. ഇവിടെ മേജർ ആക്സിസ് വൈ ആണ്. ഇവിടെ മേജർ ആക്സിസ് എക്സും ഇവിടെ മേജർ ആക്സിസ് വൈയും ആണ്. ഇവിടെ മേജർ ആക്സിസ് വൈ ആണ്. അപ്പോൾ എക്സ് മേജർ ആയിട്ടുള്ള ആ ഒരു ഇക്വേഷൻ ആണെങ്കിൽ മക്കളെ എക്സിന്റെ താഴെയുള്ള നമ്പർ ആയിരിക്കും വലുത്. മനസ്സിലാക്കാനുള്ള ട്രിക്കാണ്. മേജർ ആക്സിസ് എക്സ് ആയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഒരു ഇക്വേഷൻ കാണുമ്പോൾ നമുക്ക് എലിപ്സ് വരയ്ക്കാൻ പറ്റണം, ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ പറ്റണം, അതിനു വേണ്ടിയാണ് പറഞ്ഞത്. അപ്പോൾ എക്സിന്റെ താഴെ ഇവിടെ എ എന്ന് പറയുന്നതാണ് ഇവിടെ വലുത്. എ ആണ് ബി യേക്കാളും വലുത്. നോക്കിക്കോണേ, ഇവിടെ എക്സിന്റെ താഴെ എ ആണ് വലുത്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നോക്ക്, ജസ്റ്റ് എക്സിന്റെ താഴെയാണ് വലിയ നമ്പരെങ്കിൽ മക്കളെ ഈ എലിപ്സ്, വൈയുടെ താഴെയാണ് വലിയ നമ്പരെങ്കിൽ ഈ എലിപ്സ്. സിമ്പിൾ പരിപാടി, മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന്. ഇത് നോക്കിക്കോണേ, ഇക്വേഷൻ വരാൻ പോകുന്നത്, ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് ഇങ്ങനെയാണ്. രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരാം. എക്സ് സ്ക്വയർ ബൈ 16 പ്ലസ് വൈ സ്ക്വയർ ബൈ 25 ഈക്വൽ ടു 1. പിന്നെ ഉള്ളത് എക്സ് സ്ക്വയർ ബൈ 9 പ്ലസ് വൈ സ്ക്വയർ ബൈ 4 ഈക്വൽ ടു 1. മക്കളെ ഇത് ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ അതോ ഇതാണ് ഫസ്റ്റ് സെക്കൻഡ് എന്ന് എങ്ങനെ തിരിച്ചറിയും? എക്സിൻ്റെ താഴെയാണ് വലിയ നമ്പരെങ്കിൽ ഇവിടെ എക്സിൻ്റെ താഴെയാണ് വലുത് അതോ വൈയുടെ താഴെയാണ് വലുത്? ഇവിടെ വൈയുടെ താഴെയല്ല വലുത്. എക്സിൻ്റെ താഴെ ചെറുതല്ലേ, 16ഉം 25, ഏതാ വലുത്? 25 വലുത്. സോ വൈയുടെ താഴെ വലിയ നമ്പരെങ്കിൽ രണ്ടാമത്തെ എലിപ്സ്. എക്സിൻ്റെ താഴെയാണ് വലിയ നമ്പരെങ്കിൽ 4 ആണോ 9 ആണോ വലുത്? 9 വലുത്. സോ എക്സിൻ്റെ താഴെയാണ് വലിയ നമ്പരെങ്കിൽ ഫസ്റ്റത്തെ എലിപ്സ്. അത്രയും മനസ്സിലായല്ലോ? അത്രയും മനസ്സിലായോ മക്കളെ? അപ്പോൾ എക്സിൻ്റെ താഴെയാണ് വലിയ നമ്പരെങ്കിൽ ഫസ്റ്റത്തത്, വൈയുടെ താഴെയാണ് വലിയ നമ്പരെങ്കിൽ സെക്കൻഡ്. എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ആണ് മേജർ ആക്സിസ്, എക്സ് ആണ് മേജർ. ഓക്കെ, വൈ ആണ് ഇവിടെ വലുത്. സോ ഇവിടെ വൈ ആണ് മേജർ എന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണോ മക്കളെ? പിന്നെ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കുക, മേജർ ആക്സിസ് ഇവിടെ ഏതാണ്? ഇവിടുത്തെ മേജർ ആക്സിസ് ആരാടാ? വൈ അല്ലേ മേജർ. അപ്പോൾ വൈയുടെ അവിടെ വേണം ഈ വാല്യൂ എഴുതാൻ. നമ്മളിവിടെ എഴുതുമ്പോൾ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വലുത് ഏതാണ്? 25. ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ചെറുത് ഏതാണ്? 16. അപ്പോൾ എ എത്ര കിട്ടും? 5. റൂട്ട് 25 എന്ന് പറയുമ്പോൾ 5. ബി സ്ക്വയർ 16 ആണെങ്കിൽ ബി റൂട്ട് 16 എത്രയാണ്? 4. ഓക്കെ ആണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളെ ഉടനെ നമ്മൾ മനസ്സിലായിക്കോണം, നമ്മൾ ഈ എലിപ്സ് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെയുള്ള എലിപ്സാന്ന് മനസ്സിലായല്ലേ? നല്ല വൃത്തിക്ക് വരച്ചോണേ. ഇതിപ്പോൾ എലിപ്സ് കറക്റ്റ് ആവുന്നില്ല. ഇതിൻ്റെ അറ്റത്തുനിന്ന് ഇങ്ങനെ വരണം. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഓക്കെ മക്കൾ, ഇങ്ങനെ വരച്ചു കഴിഞ്ഞ ശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഏതാണ് വലുത്? വൈയുടെ താഴെയുള്ളതാണ് വലുത്. എന്ന് പറയുമ്പോൾ വൈ ആണ് ഇവിടെ മേജർ. അപ്പോൾ വൈയുടെ അവിടെ വേണം ഈ 5 എന്ന് പറയുന്ന നമ്പർ. വലുത് 5 അല്ലേ? അപ്പോൾ 5 എന്ന് പറയുന്നത് ഇതിൻ്റെ അറ്റത്ത് വരണം വരാൻ. അപ്പോൾ ഇവിടെ 5 പോസിറ്റീവ് സൈഡ് 5, ഇവിടെ നെഗറ്റീവ് സൈഡ് 5. ബി എന്ന് പറയുന്നത് ചെറിയ സൈഡാണ്, ഇതാണ് മൈനർ ആക്സിസ് എന്ന് പറയും കേട്ടോ. സോ ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ ഇവിടെ 4, ഇവിടെ -4. കണ്ടല്ലോ? ഈ പോയിന്റിൻ്റെ അകത്ത് അടയാളപ്പെടുത്താൻ പഠിക്കണം നിങ്ങൾ. ഓക്കെ ആണോ? അങ്ങനെയാണ് ഇവിടെ എങ്ങനെ വരും? ഇവിടെ നമുക്ക് ഇതേപോലെ തന്നെ അടയാളപ്പെടുത്താം. ഇവിടെ നമ്മൾ ആദ്യം എടുത്തെഴുതും. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ നമ്പർ 9, ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ചെറിയ നമ്പർ. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ 3, ബി എന്ന് പറഞ്ഞാൽ 2. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലായി എലിപ്സ് ഇതാണ്. കാരണം എന്താടാ? എക്സിൻ്റെ താഴെയുള്ള വലുത് അല്ലേ? എക്സ് ആണ് ഇവിടെ മേജർ ആക്സിസ്. അപ്പോൾ നമുക്കിവിടെ വലിയ നമ്പർ എ അല്ലേ? വലിയ നമ്പർ എ ആണെന്നറിയാമല്ലോ, അതാണ് മേജർ. അപ്പോൾ മേജർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അറ്റത്ത് വരണം എയുടെ ഈ നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ 3ഉം ഇവിടെ -3ഉം, ചെറുത് ഇവിടെയാണ്. സോ ഇവിടെ 2ഉം -2. ഇത് അടയാളപ്പെടുത്താൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് സിമ്പിളായി പ്രോബ്ലത്തിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്കിവിടെ നോക്കാം. ഫൈൻഡ് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ എലിപ്സ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. അപ്പോൾ ജനറൽ ആയിട്ടുള്ള ആദ്യം പഠിച്ചതിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാം. ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ഇതിൻ്റെ ഒരു ട്രിക്ക് ഉണ്ട്. നമ്മുടെ ലാബിനകത്ത് എങ്ങനെയാണോ പഠിച്ചത് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു ട്രിക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ അകത്തുനിന്ന് ഇതിപ്പോൾ നമുക്ക് ജനറൽ ആയിട്ടുള്ള എലിപ്സ് ആണല്ലോ. സോ ജനറൽ ആയിട്ടുള്ള എലിപ്സ് ആണ്. സോ ഇങ്ങനത്തെ എലിപ്സ് എടുത്ത് വരയ്ക്കാം. ഇതിപ്പോൾ ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ അങ്ങനെ തിരിച്ചറിയേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ഈ ഒരു എലിപ്സ് വരച്ചിട്ട് ഇതിൻ്റെ അകത്ത് ചെയ്താൽ മതി കേട്ടോ. രണ്ടും കൂടി ഒരുമിച്ച് ചോദിച്ചിരിക്കണം. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ
ഫസ്റ്റത്തെ എലിപ്സ് ആണ്. സോ ഇവിടെ എ മൈനസ് എ, ഇവിടെ എ, ഇവിടെ ബി, ഇവിടെ മൈനസ് ബി. ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോണത് നേരത്തെ സർക്കിളിന് കണ്ടുപിടിച്ച പോലെ തന്നെ ഈ ഭാഗത്തെ ആദ്യം കണ്ടുപിടിക്കും. എന്നിട്ട് ഇൻറ്റു 4 ചെയ്യുമ്പോൾ മൊത്തം കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഭാഗത്തെ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി 0 to a ആണ് നമ്മുടെ ലിമിറ്റ് പോയിന്റ് എന്ന് മനസ്സിലായി. കണ്ടല്ലോ, 0 തൊട്ട് a വരെയുള്ള ആ ഒരു ഭാഗത്തെ ഏരിയയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ ഇക്വേഷനെ നമ്മൾ y = എന്ന് എടുത്തെഴുതണം. ഓക്കെ, അത് നമുക്ക് ഇങ്ങനെ വേണേൽ ചെയ്യാം. x²/a². ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് x²/a² പ്ലസ് y²/b² = 1. ഇതിൻ്റെ അകത്തുനിന്ന് ഈ ഒരു ടേം ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. y²/b² = 1 - x²/a². ഇവിടെ LCM എടുക്കും. a² - x²/a². ഈ y ഇപ്പുറത്തേക്ക് വരുമ്പോൾ b². അപ്പോൾ b/a × √(a² - x² എന്ന് വരും. ഇത്രയും വരെ ചെയ്യാനായിട്ട് കുറച്ച് പരിപാടിയുണ്ട്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാ കുട്ടികൾക്കും പഠിക്കാനായിട്ടുള്ള എളുപ്പത്തിന് ഞാൻ പറഞ്ഞുതരാം. ഇത്രയും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല മക്കളെ. അത് ചെയ്ത് ആ y കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എലിപ്സിൻ്റെ ക്വസ്റ്റിന് ഞാൻ ലാബിനകത്ത് പറഞ്ഞ അതേ കാര്യം തന്നെ ഞാനിവിടെ പറയുവാണ്. ഇവിടെ ട്രിക്ക് ഉണ്ട്. ഡയറക്റ്റ് നമുക്ക് y എഴുതാം. ഡയറക്റ്റ് y എഴുതുന്ന മക്കൾ ഇങ്ങനെയാണ്. നോക്കിക്കോണേ, വൈയുടെ താഴെയുള്ള നമ്പർ അതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ b² റൂട്ട് എന്താ? വൈയുടെ താഴെയുള്ള നമ്പറിൻ്റെ റൂട്ട് എന്താ? b² റൂട്ട് b ബൈ എക്സിൻ്റെ താഴെയുള്ള നമ്പർ a². അപ്പോൾ ആദ്യം എന്താ എഴുതേണ്ടത്? വൈയുടെ താഴെയുള്ള നമ്പറിൻ്റെ റൂട്ട് ബൈ എക്സിൻ്റെ താഴെയുള്ള നമ്പറിൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ a, b/a × √(= ഇതേ മൈനസ് ഇത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. നോക്കിക്കോണേ മക്കളെ, ഒന്നുകൂടെ പറയാം. വൈയുടെ താഴെയുള്ള നമ്പറിൻ്റെ റൂട്ട് ബൈ എക്സിൻ്റെ താഴെയുള്ള നമ്പറിൻ്റെ റൂട്ട്, അതാണ് ഇവിടെ എഴുതിയത്, b/a × √(a² - x²). ഇവിടുത്തെ ഈ നമ്പർ തമ്മിൽ എക്സിൻ്റെ ഈ ടേം തമ്മിൽ കുറയ്ക്കുക. അപ്പോൾ ഇത് a² - x². ഇത് തന്നെയൊക്കെ എല്ലാ ക്വസ്റ്റിനും വരുന്നത് കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് ഇങ്ങനെ എഴുതിയിട്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. ഏരിയ = (a to b f(x) dx). ഇവിടെ എന്ത് വരും? ഇൻ്റഗ്രൽ a to b, a എന്ന് പറഞ്ഞാൽ 0 to a f(x) നമുക്കറിയാം. ഇപ്പോൾ കണ്ടുപിടിച്ചത് b/a × √(a² - x² dx). ഈ b/a എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് അല്ലേ മക്കളെ? സോ b/a പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്ത് വരും? = b/a × ഇൻ്റഗ്രൽ 0 to a √(a² - x² dx). അപ്പോൾ ഇവിടെ എന്ത് വരും? b/a × ഇതിൻ്റെ ലിമിറ്റ്, ഇതിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാമല്ലോ, നമ്മൾ പഠിച്ച ഇക്വേഷൻ തന്നെ. എന്താണ്? x/2 × √(a² - x² പ്ലസ് a²/2 × sin inverse x/a 0 to a. ഓക്കെ അല്ലേ മക്കളെ? മക്കളെ ക്ലാസ് കാണുന്ന എല്ലാ എൻ്റെ മക്കളും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാം. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് കൂടുമ്പോഴാണ് നമുക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു പ്രേരണ വരുന്നത്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഇൻ്റഗ്രൽ എത്രത്തോളം നിങ്ങൾക്ക് വേണം, ഇൻ്റഗ്രൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് തിരിച്ചറിയാനായിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മക്കളെ മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററായിട്ട് ഇങ്ങനെ കാണാം. ഇടയ്ക്കിടയ്ക്ക് വരാൻ എനിക്കൊരു തോന്നൽ വരും. നിങ്ങൾ ലാബിൻ്റെ ക്ലാസ് കണ്ട പോലെ തന്നെ ഇതും കണ്ട് മാക്സിമം പഠിക്കുക. ഇതേ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും എക്സാമിന് വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ b/a × ആദ്യം a ഇട്ട് കൊടുക്കടാ. എക്സിന് പകരം എല്ലായിടത്തും a ഇട്ട് കൊടുക്കുക. ഇവിടെ a. അപ്പോൾ എന്ത് വരും? ഇവിടെ a ഇട്ട് കൊടുക്കുമ്പോൾ 0 വരുമെന്ന് നമുക്കറിയാം. ഇനി ഇവിടെ ഇട്ട് കൊടുത്തേ. അപ്പോൾ a²/2 സൈൻ ഇൻവേഴ്സ് എക്സിന് പകരം a, അപ്പോൾ a/a. ലോവർ ലിമിറ്റ് ഇട്ട് കൊടുത്താൽ 0 ആയിക്കോളും. സോ അവിടെ ഇടേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടുത്തെ ഒരേയും കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇത് BA അല്ലെങ്കിൽ AB/2. ഇവിടുത്തെ എയും കട്ട് ചെയ്താൽ 1 സൈൻ ഇൻവേഴ്സ് 1 എന്ന് വരും. അപ്പോൾ ഇത് AB/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറയുമ്പോൾ π/2. അപ്പോൾ ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ πAB/4 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഏരിയ. ആ ഒരു ഭാഗത്തെ ഏരിയ കിട്ടി. പക്ഷെ കഴിഞ്ഞില്ല. മൊത്തം എലിപ്സിൻ്റെ ഏരിയ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ മറക്കരുത് മക്കളെ. Therefore area of ellipse equal to 4 into നമുക്കിപ്പോൾ കിട്ടിയ πAB/4. അപ്പോൾ ആൻസർ കിട്ടി πAB² യൂണിറ്റ്സ്. πAB² യൂണിറ്റ്സ് എന്ന് കിട്ടി നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? ഇത് അടുത്ത ക്വസ്റ്റ്യൻ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ചെയ്യണം എന്നുള്ളത്. നിങ്ങളുടെ എക്സാമിന് വരാൻ പോകുന്നത് ജനറൽ ആയിട്ടായിരിക്കത്തില്ല, ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു നമ്പർ വെച്ചായിരിക്കും ചോദിക്കുന്നത്.
അപ്പോൾ നമുക്ക് സാധാരണ പോലെ തന്നെ സിമ്പിളായിട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാനേ ഉള്ളൂ. ഇതിന് ആൻസർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിരിച്ചറിയാൻ പറ്റും. എങ്കിലും ഞാൻ പറയുവാണ്, ഇതെങ്ങനെ എഴുതാം നമുക്ക്. തുടക്കം തന്നെ നമുക്കിത് മനസ്സിലാക്കുന്നത് ഏത് എലിപ്സാണ് മക്കളെ, ഏത് എലിപ്സാണ്? എക്സിൻ്റെ താഴെയാണ് വലിയ നമ്പർ അല്ലേ. സോ നമ്മുടെ മേജർ ആക്സിസ് എക്സ് ആയിട്ടുള്ള എലിപ്സാണ് നമ്മുടെ ഇത്. അപ്പം നമുക്ക് ആദ്യം എലിപ്സ് എന്ന് വരച്ച് വയ്ക്കാം. സോ ഇതാണ് നമ്മുടെ എലിപ്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ എലിപ്സ് എന്ന് നമുക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? എക്സിൻ്റെ താഴെ വലിയ നമ്പർ വന്നാൽ ഇങ്ങനെ ആയിരിക്കും, വൈയുടെ താഴെ വലിയ നമ്പർ എങ്കിൽ വൈ വലുതായിട്ടുള്ള ഇതിങ്ങനെയുള്ള എലിപ്സ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി. അപ്പോൾ ആദ്യം നമ്മൾ എ സ്ക്വയർ എടുത്തെഴുത്. എ സ്ക്വയർ ഈ വലിയ നമ്പർ എത്രയാടാ? 16. ബി സ്ക്വയർ ചെറിയ നമ്പർ 9. അപ്പോൾ എ എത്ര കിട്ടും? 4. ബി എത്ര കിട്ടും? 3. ഇനി അടയാളപ്പെടുത്താം. വലിയ നമ്പർ ഇതല്ലേ എ, അപ്പോൾ വലിയ ലൈൻ ഇതല്ലേ, അതിൻ്റെ അറ്റത്താണ് നമുക്ക് 4 അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇവിടെ 4, ഇവിടെ -4. ചെറുത് ഇതാണ്, ചെറിയ ലൈൻ ഇതാണ്, അപ്പോൾ ചെറിയ നമ്പർ ഇവിടെ അടയാളപ്പെടുത്തുക. ഓക്കെ, ഏതാണ് ഇവിടെ? 3, ഇവിടെ -3. നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും അടയാളപ്പെടുത്തുക. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന മക്കളത് ഈ ഒരു ഭാഗം കണ്ടുപിടിക്കും. ഈ ഒരു ഭാഗം കണ്ടുപിടിച്ചിട്ട് നമുക്ക് 4 കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമ്മുടെ ആൻസറായി. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ നമുക്ക് എടുക്കാം ഏരിയ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ എ ടു ബി, എ എന്ന് പറയുന്നത് 0 തൊട്ട് 4 വരെ. ഓക്കെ, അപ്പോൾ ഇവിടെ 0 to 4 വരെ, ഇൻ്റഗ്രൽ 0 തൊട്ട് 4 വരെ. നമുക്കിവിടെ y കണ്ടുപിടിച്ചില്ലല്ലേ. ഇവിടെ y ഈക്വൽ ടു എങ്ങനെ എഴുതാം മക്കളെ? y ഈക്വൽ ടു ബി ബൈ എ അല്ലേ. നമുക്കിവിടെ എങ്ങനെ എഴുതാം? വൈയുടെ താഴെയുള്ളതിൻ്റെ റൂട്ട് എന്ന് പറയാം 9ൻ്റെ റൂട്ട് 3 ബൈ 16ൻ്റെ റൂട്ട് 4 ഇൻറ്റു റൂട്ട് ഓഫ് ഇതേ മൈനസ് ഇത് 16 മൈനസ് എക്സ് സ്ക്വയർ. കണ്ടല്ലോ, സിമ്പിളായിട്ട് കിട്ടണമല്ലോ. ഓക്കെ, നിങ്ങളങ്ങനെ സോൾവ് ചെയ്ത് വെക്കണമെന്നൊന്നുമില്ല, ഇങ്ങനെ ഡയറക്റ്റ് എഴുതിയാൽ മതി. അപ്പോൾ ഇതെന്ത് വരും? ബി ബൈ എ അല്ലേ. എത്രയാണ് അത്? 3/4. നമുക്ക് ഈ 3/4 വേണേൽ പുറത്തേക്ക് ഇടാം, കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തേക്ക് ഇടാം. ഇൻറ്റു റൂട്ട് ഓഫ് 16 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഇതെന്ത് വരും? 3/4 ഇൻറ്റു നമുക്കറിയാവുന്ന ഇക്വേഷൻ അല്ലേ, എന്താടാ? x/2 ഇൻറ്റു റൂട്ട് ഓഫ് ഇത് തന്നെ 16 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും? എ സ്ക്വയർ എന്താടാ? 16. കണ്ടല്ലോ, 16/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. എ എന്താണ്? 4. അപ്പോൾ എക്ക് പകരം എ എന്ന് പറയുന്നത് 4, എക്ക് പകരം നമ്മൾ 4 ഇട്ട് കൊടുക്കുക. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 16. ഓക്കെ, ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 4. ഇനി എന്ത് ചെയ്യണം? എക്സ് ഉള്ളിടത്തെല്ലാം നമുക്ക് ഈ 4 അങ്ങ് ഇട്ട് കൊടുത്താൽ നമ്മുടെ ആൻസറായി. അപ്പോൾ ഇവിടെ 3/4 തന്നെ വരും ഇൻറ്റു ഇവിടെ 4 ഇട്ട് കൊടുക്കുമ്പോൾ ഇത് 0 ആവും, സാധാരണ പോലെ 0 ആവും. ഇവിടെ 4 ഇട്ട് കൊടുത്ത് ആ സംഭവം മാത്രം എഴുതുക. 16/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 4/4. അത് എത്രയാടാ? 1. അപ്പോൾ ഇവിടെ ഈ 4ഉം ഈ 16 വെട്ടിക്കളഞ്ഞാൽ ഇവിടെ 4 കിട്ടും. അപ്പോൾ 4 × 3 12/2. ഇവിടെ വേണേൽ ഒന്നുകൂടെ വെട്ടാം അല്ലേ, നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. 4 × 3 12/2 സൈൻ ഇൻവേഴ്സ് 1 എന്ന് കിട്ടും. 12/2 എത്രയാണ്? 6. 6 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1 എത്രയാണ്? π/2. ഇവിടുത്തെ 2ഉം 6 കൂടെ കട്ട് ചെയ്ത് കളഞ്ഞാൽ 3. അപ്പോൾ ഇത് 3π എന്ന് കിട്ടും നമ്മുടെ ആൻസർ. 3π സ്ക്വയർ യൂണിറ്റ്സ്. ഒരു ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ മക്കളെ. ലാസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ദെയർഫോർ ഏരിയ ഓഫ് എലിപ്സ് ഈക്വൽ ടു 4 ഇൻറ്റു നമുക്കിപ്പോൾ കിട്ടിയ 3π എന്ന് പറയുമ്പോൾ 12π എന്ന് കിട്ടും നമ്മുടെ ആൻസർ. 12π സ്ക്വയർ യൂണിറ്റ്സ്. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഈ ആൻസർ ആദ്യം കണ്ടുപിടിക്കാം മക്കളെ? അതിന് വേണ്ടി ദേ ഇവിടെ നോക്കിക്കോണേ. എ ഇൻറ്റു ബി ഇല്ലേ, നമ്മുടെ ആൻസർ നേരത്തെ കിട്ടിയ എന്താ? πab അല്ലേ. അതേപോലെ ഇവിടെ π ഇൻറ്റു 4 × 3 12π കിട്ടും നമ്മുടെ ആൻസർ. കിട്ടിയില്ലേ? 12π. അപ്പം നമുക്ക് തുടക്കം തന്നെ മനസ്സിലാക്കാം ആൻസർ എന്താണെന്ന്. നമുക്ക് തുടക്കം തന്നെ മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ചെയ്യാം മക്കളെ. നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാനേ ഉള്ളൂ. എങ്കിലും ഞാൻ തുടക്കം പറഞ്ഞാൽ ഇതിൻ്റെ ആൻസർ എന്ത് വരും? ഇവിടെ ഏതാണ് ഇത് എലിപ്സ്? ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ? ആ എലിപ്സ് എന്ന് വരച്ച് വെച്ചേ. ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ? കാണുമ്പോൾ മനസ്സിലാവും അല്ലേ, വൈയുടെ താഴെയാണ് വലിയ നമ്പർ. സോ ഇത് സെക്കൻഡ് എലിപ്സ് ആണ്. സെക്കൻഡ് എലിപ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരയ്ക്കാം? ഇതിങ്ങനെ നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഇവിടെ എന്താണ്? എ സ്ക്വയർ വലിയ നമ്പർ ഏതാടാ? 36. ബി സ്ക്വയർ ചെറിയ നമ്പർ എത്രയാടാ? 25. അപ്പോൾ എ എന്ന് പറയണത് 6ഉം ബി എന്ന് പറയണത് 5ഉം കിട്ടും അല്ലേ. അപ്പോൾ വലിയ
സൈഡ് വലിയ ആക്സിസ് ഇതല്ലേ വൈ അല്ലേ, സോ വൈയുടെ അറ്റത്ത് വേണം 6 അടയാളപ്പെടുത്താൻ. അപ്പോൾ ഇവിടെ 6ഉം ഇവിടെ -6ഉം. ചെറിയ ആക്സിസ് ചെറിയ ലൈൻ 5 അല്ലേ, അപ്പോൾ ചെറിയ ആക്സിസ് എക്സ് ആണ്, അതാണ് മൈനർ ആക്സിസ്. അപ്പോൾ ഇവിടെ -5ഉം ഇവിടെ 5ഉം. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇത്രയും ഭാഗമാണ്. നമ്മൾ ഈ എന്തിനാണ് ഈ എക്സും വൈയും മൈനറും മേജറും എന്നൊക്കെ പറയണത് വേറെ ഒന്നുമല്ല, ഈ ലിമിറ്റ് പോയിന്റ് മാറിപ്പോലെ കേട്ടോ. കണ്ടല്ലോ 0 to 5 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 0 to 5 ആണ് നമ്മുടെ ലിമിറ്റ് പോയിന്റ് എന്ന് മനസ്സിലാക്കാനാണ്. തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ 0 to 6 ആവും, തെറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് 0 to 5 അടയാളപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 0 to 6 എടുക്കാം, പക്ഷേ അപ്പോൾ എക്സ് ഈക്വൽ ടു എന്ന് വേണം നമ്മുടെ ഇക്വേഷൻ മാറാൻ. ഇവിടെ ഇപ്പോൾ വൈ ഈക്വൽ ടു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമ്മൾ എക്സ് ആക്സിലെ ആ ലിമിറ്റ് പോയിന്റ് മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ. ഓക്കെ, സ്കൂളിൽ ചിലപ്പോൾ 0 to 6 എടുക്കാം. 0 to 6 എടുക്കുകയാണെങ്കിൽ അത് എക്സ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷനെ മാറ്റണം. നമുക്കിപ്പോൾ എല്ലാം ഒരേ മെത്തേഡ് ചെയ്തു പോവാം. എന്തിനാണ് പറയുന്നത് നമ്മൾ മാറുന്നത്? ഓക്കെ, അപ്പോൾ ഇവിടെ വൈ എന്ത് വരും? വൈ എന്ന് പറയുന്നത് എന്ത് വരും? വൈയുടെ താഴെയുള്ള റൂട്ട് 36ന്റെ റൂട്ട് 4 ബൈ എക്സിൻ്റെ താഴെയുള്ള റൂട്ട് 5 ഇൻറ്റു റൂട്ട് ഓഫ് ഇതേ മൈനസ് ഇത് 25 മൈനസ് എക്സ് സ്ക്വയർ, നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ ഇൻ്റഗ്രൽ ഏരിയ സിക്കൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാണ്. എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി 0 to 5 എഫ് ഓഫ് എക്സ് എന്താണ്? അതാണ് നമ്മുടെ ഇതല്ലേ, 4/5 ഇൻറ്റു 4/5 പുറത്തെടുക്കാം റൂട്ട് ഓഫ് 25 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ബാക്കി ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം, ബാക്കി ഒന്ന് തന്നെ ചെയ്തിട്ട് ആൻസർ എത്രയാണെന്ന് നമുക്ക് പറയാമല്ലേ. പൈ എ ബി പൈ ഇൻറ്റു 6 ഇൻറ്റു 5 30 പൈ എന്ന് കിട്ടും നിങ്ങളുടെ ആൻസർ. 30 പൈ എന്ന ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ മക്കളെ ഉത്തരം ശരിയാണ്, പക്കയായിട്ടാണ് നിങ്ങൾ പോകുന്നത്, കറക്റ്റ് വേയിലൂടെയാണ് നിങ്ങൾ പോകുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ്. സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ. ഇത് രണ്ട് ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാൻ പോകുന്നത് 4 മാർക്ക് ഉറപ്പിച്ചോ, ഇത്രയും കണ്ടു കഴിഞ്ഞാൽ 4 മാർക്ക് ഉറപ്പിച്ചു. ഇനി ടെക്സ്റ്റ് ബുക്കിലൊരു ക്വസ്റ്റ്യൻ ആണിത്. വൈ സ്ക്വയർ ഇസിക്കൽ ടു 4ax ആൻഡ് ദ ലൈൻ വൈ ഇസിക്കൽ ടു 3. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഏരിയ കണ്ടുപിടിക്കാൻ ചോദിക്കുവാണെങ്കിൽ മക്കളെ ഇതെന്ന് പറയുന്നത് പരാബോളയുടെ ഇക്വേഷനാണ്. ജസ്റ്റ് അതും കൂടെ ഒന്ന് പറയുവാണേ. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ചോദിക്കത്തുള്ളൂ, 4 മാർക്കിനുള്ളത് ഇത് രണ്ടുമാണ്. ഇനി ഇങ്ങനെ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാനായിട്ട് ഞാൻ പറയുവാണ്. 4 തരത്തിലുള്ള പരാബോളയുണ്ട്. 4 തരത്തിലുള്ള പരാബോളയുണ്ട്. ഓക്കെ, ചിലപ്പോൾ 1 മാർക്കിനോ 2 മാർക്കിനോ ക്വസ്റ്റ്യൻ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാമെന്നൊന്ന് പറയുവാണേ. ഫസ്റ്റ് എത്തത് വൈ സ്ക്വയർ ഇസിക്കൽ ടു 4ax. അത് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഇരിക്കുന്ന പരാബോളയാണ് വൈ സ്ക്വയർ ഇസിക്കൽ ടു 4ax. വേണ്ടവർ മാത്രം ഇത് നോക്കിയാൽ മതി കേട്ടോ. അടുത്ത വൈ സ്ക്വയർ ഇസിക്കൽ ടു -4x. അത് ലെഫ്റ്റ് സൈഡിലേക്ക് ഇരിക്കും, വൈയിൽ ടച്ച് ചെയ്ത് ലെഫ്റ്റ് സൈഡിലേക്ക് ഇരിക്കും. കണ്ടല്ലോ, വൈ വെച്ച് തുടങ്ങുന്ന രണ്ടും വൈയിൽ ടച്ച് ചെയ്തായിരിക്കും. പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് സൈഡിലേക്ക്, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് സൈഡിലേക്ക്. അടുത്ത രണ്ടെണ്ണം എക്സ് വെച്ച് തുടങ്ങുന്നതാണ്. എക്സ് സ്ക്വയർ ഇസിക്കൽ ടു 4ay എന്ന് പറഞ്ഞാൽ അത് എക്സ് ടച്ച് ചെയ്ത് പോസിറ്റീവ് സൈഡിലേക്ക്, കണ്ടല്ലോ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് പോസിറ്റീവ് സൈഡിലേക്ക്. അടുത്ത എക്സ് സ്ക്വയർ ഇസിക്കൽ ടു -4ay എന്ന് വരുമ്പോൾ അത് നെഗറ്റീവ് ആണ്, സോ എക്സ് ടച്ച് ചെയ്ത് നെഗറ്റീവിലേക്ക്. 4 തരത്തിലുള്ള പരാബോള എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. മനസ്സിലാക്കാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞല്ലോ. വൈ വെച്ച് തുടങ്ങുന്ന രണ്ടെണ്ണം വൈയിൽ ടച്ച് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. എക്സ് വെച്ച് തുടങ്ങുന്ന രണ്ടെണ്ണം എക്സിൽ ടച്ച് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് സൈഡ്, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് സൈഡ്. ഇവിടെയും പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് സൈഡ്, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് സൈഡ്. ഇത്രയേ ഉള്ളൂ മനസ്സിലാക്കാൻ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന വൈ സ്ക്വയർ ഇസിക്കൽ ടു 4ax. ഇതിൻ്റെ അകത്ത് ഏത് വരുവാടാ? വൈ സ്ക്വയർ ആണ് തുടങ്ങുന്നത്, പോസിറ്റീവ് ആണ് ഫസ്റ്റത്തെ അല്ലേ. 4ax, അപ്പോൾ 4a എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ആദ്യം എലിപ്സ് അങ്ങ് വരയ്ക്കുക. നമുക്ക് മനസ്സിലായി ഇങ്ങനെ ഇരിക്കുന്ന എലിപ്സ് ആണ്. ഓക്കെ, നമുക്ക് മനസ്സിലായി. പിന്നെന്താണ് മക്കളെ തന്നിരിക്കുന്നത്? പിന്നെന്താ പറഞ്ഞിരിക്കുന്നത് നോക്കട്ടെ. വൈ സ്ക്വയർ ഇസിക്കൽ 4x ആണ്. അപ്പോൾ റൈറ്റ് സൈഡിലേക്കാണ് മനസ്സിലായി. വൈ ആക്സിസിനും വൈ ഇസിക്കൽ 3 എന്ന് പറയണ ആ ലൈൻ്റെ ഇടയ്ക്കുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത പോലെയല്ല, ചെറിയൊരു വ്യത്യാസം. വൈ നേരത്തെ എക്സ് ആക്സിസിൻ്റെയും ഏതെങ്കിലും ഒരു പോയിന്റിൻ്റെയും ഇടയ്ക്കായിരിക്കും. പക്ഷേ വൈ ആക്സിസിനും പിന്നെ വൈ ഇസിക്കൽ 3 എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? വൈ ഇസിക്കൽ 3 എന്ന് പറയുമ്പോൾ 3 കടന്നു പോകുന്നത് എന്ന് പറഞ്ഞാൽ വൈ ഇസിക്കൽ 3 ഇവിടെ 1 2 3. ഓക്കെ, 3 കടന്നു പോകുന്ന ഒരു ലൈൻ. ഓക്കെ, 3 കടന്നു പോകുന്ന ഒരു ലൈൻ, അതാണ് ഇവിടെ വൈ ഇസിക്കൽ ടു 3 എന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ 1 2 3 3 കടന്നു പോകുന്ന ലൈൻ, അതാണ് വൈ ഇസിക്കൽ ടു 3. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന വൈ ഇസിക്കൽ ടു 3 എന്ന് പറയുന്ന ലൈനും എക്സ് അല്ലല്ലോടെ വൈ ആക്സിസിനും. അപ്പോൾ വൈ ആക്സിസിനും പിന്നെ ഈ കർവിൻ്റെയും പിന്നെ ഈ ലൈൻ്റെയും ഇടയ്ക്കുള്ള ഏരിയ പറഞ്ഞാൽ മനസ്സിലായിക്കോണേ. ഈ കർവിൻ്റെ ബിലോ ദ കർവ. അപ്പോൾ കർവിന് താഴത്തുള്ള ഭാഗം ഇവിടെയോ
പിന്നെ പറഞ്ഞിരിക്കുന്നതാണ് വൈ ആക്സിസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ, അപ്പോൾ താഴത്തേക്ക് പോകണ്ട. അപ്പോൾ ഇതിൻ്റെയും ഇടയ്ക്ക്, അപ്പോൾ ഇവിടെയും വരാം. പിന്നെ പറഞ്ഞിട്ടുണ്ട് ആ ലൈൻ്റെയും ഇതിൻ്റെ എല്ലാത്തിനും കൂടെ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ ലൈൻ ഇവിടെയല്ലേ, അപ്പോൾ ലൈൻ്റെയും വൈ ആക്സിസിൻ്റെയും കർവിൻ്റെയും ഇടയ്ക്ക് വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗമല്ലേടാ മക്കളെ, ഈ ഒരു ഭാഗമല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞത്, ഈ ഒരു ഭാഗം അല്ലേ, ഈ ഒരു ഭാഗത്തെ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇത് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. ഈ കർവിനും വൈ ആക്സിനും ഈ y = 3 എന്ന് പറഞ്ഞ ലൈൻ്റെ ഇടയ്ക്കുള്ള ഭാഗം എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ വരുന്ന ഭാഗം ഈ ഒരു ഭാഗമാണ്. അപ്പോൾ അവിടുത്തെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ മക്കളെ വൈ ആക്സിസിൻ്റെ അതിൻ്റെ ഇടയ്ക്കുള്ള, അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ വേണം നമ്മുടെ ഫംഗ്ഷൻ മാറ്റാൻ. നമ്മുടെ ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? y² = 4x എന്നല്ലേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ y = എന്ന് കണ്ടുപിടിക്കുന്നത് എപ്പോഴും എങ്ങനെയായിരുന്നടാ? എക്സ് ആക്സിലെ പോയിന്റ് ആണെങ്കിൽ, ലിമിറ്റ് പോയിന്റ് ആണെങ്കിൽ, എക്സ് ആക്സിസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ y = എന്ന് കണ്ടുപിടിക്കുന്നത് അല്ലേ. ഇവിടെ y ആക്സിസ് ആയിട്ടാണ് കണ്ടുപിടിക്കാൻ പറയുവാണെങ്കിൽ നമ്മൾ x = എന്ന് വേണം നമ്മുടെ ഇക്വേഷൻ മാറ്റാൻ. അപ്പോൾ ഇവിടെ 4 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ y² / 4 എന്ന് കിട്ടും നമ്മുടെ x. അതാണ് നമ്മുടെ f(y) എന്ന് പറയുമ്പോൾ ഇത് yയിൽ കിട്ടിയ നമ്മുടെ ഫംഗ്ഷൻ f(y) ആണ് ഈ y² / 4. ഓക്കെ ആണല്ലോ. അങ്ങനെ വേണം മനസ്സിലാക്കാൻ. തെറ്റിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മക്കളെ. ബാക്കി പഴയ പോലെ തന്നെ ഇൻ്റഗ്രൽ ഏരിയ ഇൻ്റഗ്രൽ a to b f(x) dx അല്ല, f(y) dy വൈയിലാണ്, വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇൻ്റഗ്രൽ a to b, a എന്ന് പറയുമ്പോൾ 0, ഇവിടെ 0 അല്ലടാ, 0 to ഇവിടെ 3, 0 to 3 ആണ് നമ്മുടെ ലിമിറ്റ് പോയിന്റ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 3 f(y) dy, f(y) എന്ന് പറയുന്നതാണ് y² / 4 dy. ഇവിടുത്തെ 1/4 പുറത്തേക്ക് എടുത്താൽ ഇൻ്റഗ്രൽ 0 to 3 y² dy എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1/4 പുറത്തേക്ക് എടുത്താൽ y² ഇൻ്റഗ്രൽ എന്താടാ? ഏതെങ്കിലും പവർ വരുന്നതിന് ഇൻ്റഗ്രൽ എടുത്താൽ പവറിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക, കൂട്ടുക എന്ന് പറഞ്ഞാൽ വൈയുടെ കൂടെ പവറിൻ്റെ കൂടെ ഒന്ന് കൂട്ടുമ്പോൾ 3 ബൈ ആ പവർ തന്നെ. ഓക്കെ ആണോ? ലിമിറ്റ് പോയിന്റ് 0 to 3. അപ്പോൾ ഇവിടെ എന്ത് വരും? 1/4 ഇൻറ്റു, ഇനി നമ്മൾ അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കും, 3 ഇട്ട് കൊടുക്കുക, 3³ / 3 മൈനസ്, പിന്നെ നമ്മൾ ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കും 0³ / 3, 0³ 0 തന്നെയാണ്, ലോവർ ലിമിറ്റ് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. 1/4 ഇൻറ്റു 3³ 3ൻ്റെ ക്യൂബ് എത്രയാണ്? 27/3, 27/3. ഇത് 0 ആയിക്കോളും. 27/3 എത്രയാടാ? 1/4 ഇൻറ്റു 27/3 എന്ന് പറയുമ്പോൾ 9. അപ്പോൾ ആൻസർ 9/4 സ്ക്വയർ യൂണിറ്റ്സ് എന്ന് കിട്ടും. ഇത് ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കിയേ, 9/4 ഉണ്ട്. സോ ഇതാണ് നമ്മുടെ ആൻസർ. 9/4 എന്ന് കിട്ടിയുണ്ടല്ലോ. 9/4 എങ്ങനെ ചെയ്ത് വന്നതെന്ന് മനസ്സിലായാലും മക്കളെ, ഇത്ര ഉള്ളൂ കേട്ടോ, മനസ്സിലാക്കി വെച്ചോണം. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ. ഇതിൻ്റെ അകത്ത് അധികം ചോദിച്ച് കണ്ടിട്ടില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, പരിചയപ്പെടാം. ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y = sin x. അപ്പോൾ sin x-ൻ്റെ ഗ്രാഫാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, sin x-ൻ്റെ ഗ്രാഫിനെ പറ്റി അറിയാവോ? ഐഡിയ അറിയാവോ? sin x-ൻ്റെ ഗ്രാഫ് പോകുന്നത്, sin x-ൻ്റെ ഗ്രാഫ് 0-യിലൂടെ ഇങ്ങനെ വന്ന് ഇതിങ്ങനെ അങ്ങ് പോകും. 0-യിലൂടെ കടന്ന് പൈകളിലൂടെ പോവും, പൈയുടെ മൾട്ടിപ്പിളിൽ കൂടെ ഇങ്ങനെ പോകുന്നതാണ് നമ്മുടെ sin x-ൻ്റെ ഗ്രാഫ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇവിടെ 0, ഇവിടെ പൈ, ഇവിടെ 2π, ഈ രീതിയിലാണ് കടന്നു പോകുന്നത്. പൈയുടെ മൾട്ടിപ്പിളിൽ കൂടെയാണ് sin x-ൻ്റെ ഗ്രാഫ് കടന്നു പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗം കണ്ടുപിടിച്ചിട്ട്, ഇത്രയും ഭാഗം നമ്മൾ കണ്ടുപിടിക്കത്തില്ലേടാ, ഇത്രയും ഭാഗം കണ്ടുപിടിച്ചിട്ട് അത് തന്നെയല്ല ഇത്രയും ഭാഗം ഇൻറ്റു 2 എടുത്താൽ പോരെ, കാരണം സെയിം തന്നെയാണ്, സെയിം ഷേപ്പിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം കണ്ടുപിടിക്കുക, ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്തെ ഒരുമിച്ച് ചെയ്താൽ മതി. ഇവിടെ 10 ആണെങ്കിൽ ഇവിടെയും 10 ആയിരിക്കും, അപ്പോൾ ടോട്ടൽ 20. അപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. സാധാരണ പോലെ ഇൻ്റഗ്രൽ ഏരിയ = ഇൻ്റഗ്രൽ a to b f(x) dx. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ a to b എന്ന 0 to 2π f(x), ഫംഗ്ഷൻ എന്താടാ? sin x അല്ലേ, y = sin x അല്ലേ, ഡയറക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് sin x dx. sin x-ൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? sin x-ൻ്റെ ഇൻ്റഗ്രൽ cos x. അപ്പോൾ ഇത് sin x-ൻ്റെ ഇൻ്റഗ്രൽ cos x, sin x-ൻ്റെ ഇൻ്റഗ്രൽ മൈനസ് cos x, ഡെറിവേറ്റീവ് ആണ് cos x കേട്ടോ. അപ്പോൾ ഇവിടെ cos x-ൻ്റെ sin x-ൻ്റെ ഈ ലിമിറ്റ് എന്താണ്? 0 to 2π ഇട്ട് കൊടുക്കുക, 0 to 2π.
0 to 2π ആവശ്യമില്ലല്ലോടാ. നമ്മൾ 0 to π വരെ ചെയ്തിട്ട് ഇൻറ്റു 2 എടുത്താൽ പോരെ. അപ്പോൾ 0 to π വരെ ചെയ്താൽ മതി. 2πയുടെ ആവശ്യമില്ല. പറഞ്ഞ് മനസ്സിലായടാ? നമ്മൾ അത്രയും ഭാഗത്ത് മാത്രം കണ്ടുപിടിച്ച് ഇത്രയും വരെയുള്ള കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 2 എടുത്താൽ പോരെ. അപ്പോൾ ഇവിടം വരെയുള്ള ഫുള്ള് കണ്ടുപിടിക്കണ്ട. അപ്പോൾ 0 to π വരെ മതി കേട്ടോ. 0 to π വരെ എടുത്തിട്ട് ഇൻറ്റു ഡബിൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതും കിട്ടും. ഓക്കെ, അപ്പോൾ 0 to π മതി കേട്ടോ. 0 to π മതിയേ. ഞാൻ എഴുതിപ്പോയി. അപ്പോൾ 0 to 2π എന്ന് എഴുതിപ്പോയി. ഓക്കെ, ഇനി അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക. മൈനസ് കോസ് എക്സിന് പകരം നമ്മുടെ പൈ മൈനസ് അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുത്തു മൈനസ് ലോവർ ലിമിറ്റ് മൈനസ് കോസ് 0. കണ്ടല്ലോടാ മക്കളെ? ആദ്യം അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുത്തു, അപ്പർ ലിമിറ്റ് പൈ ഇട്ട് കൊടുത്തു. മൈനസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ മൈനസ് ഇട്ടോണം. മൈനസ് പിന്നെ ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? കോസ് പൈ എന്ന് പറയുന്നത് എത്രയുടെ മക്കളെ? സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്ററിൽ കോസ് എന്നുണ്ട്, കോസ് പൈ എന്ന് അടിച്ചു കൊടുക്കുക. ഓക്കെ, കോസ് പൈ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുക. -1 വേണം ഇവിടെ എഴുതി വെക്കാം. കോസ് പൈ എന്ന് പറഞ്ഞാൽ -1, കോസ് 0 എന്ന് പറഞ്ഞാൽ 1. കാൽക്കുലേറ്ററിൽ ചുമ്മാ കോസ് ഉണ്ട്, കോസ് 0 എന്ന് അടിച്ചു കൊടുത്താൽ മതി. കോസ് പൈ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ ഇൻറ്റു 10⁻⁴ ഏത് കാൽക്കുലേറ്ററാണെന്ന് അറിയാൻ അവിടെ പൈ എന്ന് പറഞ്ഞൊരു വാല്യൂ കിടപ്പുണ്ട്. അപ്പോൾ ഷിഫ്റ്റ് ആക്കിയിട്ട് ആ സ്വിച്ച് വയ്ക്കുമ്പോൾ പൈ എന്ന് വന്നോളും. അല്ലെങ്കിൽ കോസ് 180 നോക്കിയാൽ മതി. പൈ എന്ന് പറഞ്ഞാൽ 180 ആണെന്നറിയാമല്ലോ, അങ്ങനെ നോക്കിയാലും മതി കേട്ടോ. അപ്പോൾ ഇവിടെ കോസ് പൈ -1 അല്ലേ? അപ്പോൾ ഇവിടെ മൈനസ് ഓൾറെഡി ഉണ്ട്. -1 മൈനസ് കോസ് 0 1 മൈനസ് ഇവിടെ +1 ആയി. ഈ മൈനസ് ഇവിടെ +1 ആയി. 1 2 സ്ക്വയർ യൂണിറ്റ്സ് എന്ന് കിട്ടി. അപ്പോൾ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് അല്ലേ? ദെയർഫോർ ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു ഈ നമ്പർ 2 ഇൻറ്റു 2 4 സ്ക്വയർ യൂണിറ്റ്സ് എന്ന് കിട്ടും നമ്മുടെ ടോട്ടൽ ഏരിയ. നമ്മുടെ ഒരു ഭാഗത്താണ് കണ്ടുപിടിച്ചത് 2, ഇവിടെയും 2, ടോട്ടൽ 4. ഇത്രയേ ഉള്ളൂ മക്കളെ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഏരിയ ഓഫ് ഇൻറ്റഗ്രൽ എന്ന് പറയുന്ന ചാപ്റ്റർ. വളരെ ചെറിയൊരു ചാപ്റ്ററാണ് മക്കളെ. എല്ലാവർക്കും പഠിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ചാപ്റ്ററാണ്. നല്ല ഇൻട്രസ്റ്റിംഗ് ചാപ്റ്ററാണ്. ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും 4 മാർക്ക് കിട്ടിയിരിക്കും. അത്ര എളുപ്പമാണ്. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ മൊത്തം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മക്കൾ ഓരോ ചാപ്റ്ററും പഠിക്കേണ്ടത്. മക്കളെ നിങ്ങൾക്ക് ഇതിൻ്റെ നേരത്തെ ആൻസർ വേണമെങ്കിൽ നമ്മുടെ ചാനലുണ്ട്. സോ ഫസ്റ്റ് കമൻറ്റായിട്ട് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. ആ ചാനലിൽ ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ നോട്ട്സ് വേണമെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ആൻസർ കീ നേരത്തെ ഞാൻ ഹോംവർക്ക് തന്നില്ലേ ചെയ്ത് നോക്കാൻ, അതിൻ്റെ ആൻസർ വേണമെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. ശരിയാണോ ഒക്കെ നോക്കുക കേട്ടോ മക്കളെ. അപ്പോൾ മക്കളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂടെ തന്നെ ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ മാക്സിമം സപ്പോർട്ടോടുകൂടി മാക്സിമം വ്യൂ ഇതിന് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അടുത്ത ചാപ്റ്റർ ചെയ്യാനുള്ള ആ ഒരു പ്രേരണ ഉണ്ടാവും. മാക്സിമം നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മനസ്സിലാകുന്ന രീതിയിൽ ഏറ്റവും ലോ ലെവലിൽ പറഞ്ഞു തരാനായിട്ടാണ് മക്കളെ ഞാൻ ശ്രമിക്കുന്നത്. പബ്ലിക് എക്സാമിൻ്റെ ആ ദിവസം വരെ നിങ്ങളുടെ കൂടെ ഞാൻ കാണും. ഇൻ്റഗ്രലും എനിക്കറിയാം, ഇൻ്റഗ്രൽ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഡെറിവേറ്റീവ്സ് ഇതൊക്കെ നിങ്ങൾക്ക് ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. ഞാൻ എടുത്തു തരാം മക്കളെ, സമാധാനത്തോടിരിക്കും. എന്തായാലും നമ്മുടെ എക്സാമിൻ്റെ ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിലെങ്കിലും ഞാൻ നിങ്ങൾക്ക് സെറ്റാക്കി തരും. ഇപ്പം ഇച്ചിരി തിരക്കായ കൊണ്ടാണ് മൊത്തം ക്ലാസ്സുകൾ ഞാനാണ് എടുക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു തിരക്കാണ് കേട്ടോ മക്കളെ. അതിൻ്റെ ഒരു തിരക്ക് കൊണ്ട് മാത്രമാണ് ഞാൻ മാക്സിമം ഈ ക്ലാസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ലേറ്റ് ആവുന്നത്. ഓക്കെ, പിന്നെ ബാച്ചിലെ ക്ലാസ്സുകൾ എല്ലാം കൊണ്ട് അകപ്പാടെ തിരക്കായിരിക്കുന്നതുകൊണ്ടാണ് ക്ലാസ് അപ്ലോഡ് ചെയ്യാൻ താമസിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ഈ മാക്സിമം സപ്പോർട്ടും നിങ്ങളുടെ ഒരു കമൻറ്റും ഫീഡ്ബാക്കും ഒക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കി ചെയ്യാനായിട്ടൊരു ഇതുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാക്സിമം കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുക, മാക്സിമം ക്ലാസ് കാണുക. എല്ലാവരും ജയിക്കട്ടെ, എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ കേട്ടോ. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം മക്കളെ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.